أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 76ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ റമദാനിലാണ് ക്ലാസ് ആരംഭിച്ചത്. ഒരു റമദാനിനെ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വാഗതം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് സയ്യിദുശ്ശുഹൂർ, മാസങ്ങളുടെ കൂട്ടത്തിലെ നേതാവ്, പുണ്യങ്ങളുടെ തേന്മഴ വർഷിക്കുന്ന വിശുദ്ധ റമദാൻ. മാഷാ അല്ലാഹ്. റമദാനിനെക്കുറിച്ച് പറയുമ്പോൾ റമദാനിൻ്റെ മഹത്വങ്ങളെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാന ലതമന്നൗ അൻ തകൂന അസ്സനതു കുല്ലുഹാ റമദാൻ. റമദാനിൻ്റെ മഹത്വം മുഴുവനായി എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും 12 മാസവും, ഒരു മാസമല്ല 12 മാസവും റമദാൻ ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റമദാൻ. റമദാനിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും റജബ് 1 മുതൽ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ എന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ശാരീരികമായും മാനസികമായും ഒക്കെ നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി നനച്ചുകുളിയൊക്കെ നടത്തി റമദാനിനെ സ്വീകരിക്കാൻ നമ്മളെത്തി റമദാനിലേക്ക്. ഇനി ഈ റമദാനിനെ റമദാൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വീകരിച്ച് നല്ല രൂപത്തിൽ യാത്രയാക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കർത്തവ്യം. എപ്പോഴും പറയുന്നത് പോലെ 2 മാസമായി ക്ഷണിച്ചു വരുത്തിയതാണ് നമ്മൾ റമദാനിനെ. റജബ് 1 മുതൽ റമദാനിനെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. റമദാനെ വരണേ 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 എന്ന്. അങ്ങനെ ഇതാ നമ്മുടെ തൊട്ട് മുന്നിൽ റമദാൻ. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ അതിഥിയെ മാന്യമായി സൽക്കരിക്കുക, സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ വീട്ടിലേക്കൊരു വ്യക്തിയെ നമ്മൾ ക്ഷണിച്ച് വീണ്ടും വീണ്ടും ക്ഷണിച്ച് ആ വീട്ടിലേക്ക് അതിഥി എത്തി ഒരു പരിഗണനയും നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും അവസ്ഥ? മേലാൽ അയാൾ പിന്നെ വീട്ടിൽ വരുമോ? തെറ്റിപ്പോവില്ലേ? പിണങ്ങിപ്പോവില്ലേ? എന്നതുപോലെ 2 മാസമായി ചുരുങ്ങിയത് 5 വഖത്ത് നിസ്കാരങ്ങളുടെ പിറകെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയാണ്. അതിനെ മാന്യമായി നമ്മൾ ഇതാ സ്വീകരിക്കണം. എങ്ങനെയൊക്കെ സ്വീകരിക്കണം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട്
ഇവിടെ അത് നീട്ടിപ്പരത്തി പറയുന്നില്ല. ചില സൂചനകൾ മാത്രം തന്നു എന്ന് മാത്രം. ശാരീരികമായി നമ്മൾ ഒരുങ്ങി എല്ലാ നിലക്കും, മാനസികമായി നമ്മൾ അതിലേറെ ഒരുങ്ങി പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി. ഇതാ റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നു. റമദാനിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ ധാരാളം ഓതുന്നു. റമദാനിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ തറാവീഹ് അടക്കം വർദ്ധിപ്പിക്കുന്നു. റമദാനിലെ 30 ദിവസവും ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ തദ്രീബിൻ്റെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ഏത്? റമദാനിലെ തദ്രീബ് ക്ലാസ്സുകൾക്ക് നമ്മുടെ വക 1-2 ആളുകളെ തന്നെയെങ്കിലും കൂടുതലായി അടുപ്പിച്ച് കേൾപ്പിച്ച് റമദാനിൽ നമ്മൾ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ, കൂലി കൂടുതൽ കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കുറേ ആളുകൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ. റമദാനിൽ നോമ്പ് നോൽക്കണം. നോക്കിയേ, 4 വിഭാഗം ആളുകളെയാണ് സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ സ്വർഗം കിട്ടണേ റബ്ബേ, സ്വർഗം കിട്ടണേ പടച്ചവനെ എപ്പോഴും ദുആ ചെയ്യുന്നതും സ്വർഗം വല്ലാതെ മോഹിക്കുന്നവരുമാണ്. എന്നാൽ സ്വർഗം ഇങ്ങോട്ട് മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് 4 വിഭാഗം ആളുകളെയാണ്. ഒന്ന്, താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകളെയാണ്. ഖുർആൻ ഓതുന്ന ആളുകളെ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കും. പടച്ചവനെ, അയാളെ നീ എനിക്കൊന്ന് തന്നെങ്കിൽ, കിട്ടിയെങ്കിൽ അയാളെ ഒന്ന് തരണേ, അയാൾ നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളാണ്, അയാളെ എനിക്ക് തരണേ എന്ന് സ്വർഗം ആഗ്രഹിക്കും, അള്ളാഹുവിനോട് ആവശ്യപ്പെടും. കാരണം അയാൾ പാരായണം ചെയ്യുന്നത് ഖുർആനാണ്. ഖുർആൻ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച മാസമായതുകൊണ്ടാണ് റമദാനിന് ഇത്രയേറെ വണ്ണവും പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊന്നാണ് ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന ആള്. നാവ് കൊണ്ട് കളവോ ഗീബത്തോ നമീമത്തോ ഇങ്ങനെയുള്ള നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത എന്തെല്ലാം സംഗതികളുണ്ട് അതൊക്കെ മാറി നിൽക്കുക, നാവിനെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആളുകളെ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. മുത്ഇമുൽ ജിയാൻ, വിശന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ. വിശന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ വിചാരിക്കും വിശക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ടോ, ഭക്ഷണം കിട്ടാനൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ, ശ്രദ്ധിക്കണേ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത, വീട്ടിൽ അരിയില്ലാത്ത, തീ പുകയാത്ത, എന്ത് കാരണം? അരിയില്ല എന്നുള്ള കാരണത്താൽ. ഭക്ഷണം ഉണ്ടാക്കാൻ ആ വീട്ടിൽ സാധനമൊന്നുമില്ല. അങ്ങനെയുള്ള വീടുകളൊക്കെ ഒപ്പം ഉണ്ടോ? അങ്ങ് ഫലസ്തീനിലുണ്ട്, സൊമാലിയിലുണ്ട് എന്നൊക്കെ പറയും. അങ്ങോട്ടൊന്നും പോണ്ട, നമ്മുടെ മൂക്കിൻ്റെ താഴെയുണ്ട്. അവരുടെ ആ അഭിമാനവും ഇസ്സത്തും അവർ മറ്റാളുടെ മുന്നിൽ കളങ്കപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മറ്റൊരാളോട് പറയുന്നതിലുള്ള വിഷമം കൊണ്ട് അറിയിക്കാതെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായത് ചെയ്യണം. കൂടുതൽ പറയുന്നില്ല. അങ്ങനെ അനുഭവം ധാരാളമുണ്ട്. അല്ലാഹ് പറയട്ടെ, മുത്ഇമുൽ ജിയാൻ, വിശന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ ബന്ധങ്ങളിലോ നമ്മുടെ അറിവിലോ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ, അരി വാങ്ങാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്നാൽ അതിലേ ശ്രദ്ധിക്കണം, അതിൽ എല്ലാം മുസ്ലിമിനെ അല്ല കേട്ടോ, ഹിന്ദുവിനെ അല്ല, ക്രിസ്ത്യാനിയെ അല്ല, അതിലും മനുഷ്യരെ, ഒരു മനുഷ്യനും. നമ്മുടെ അയൽവാസി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എൻ്റെ ആളല്ല എന്നല്ലേ പറഞ്ഞേ, നമ്മിൽപ്പെട്ടവനല്ലാന്ന്. അവിടെ മുസ്ലിം എന്നോ മറ്റു മതക്കാരെന്നോ വേർതിരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ഏത് ജാതിയാവട്ടെ, ഏതു മതമാവട്ടെ, മനുഷ്യനാണോ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവണം അയാൾക്ക്. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലാത്തവരാണെങ്കിൽ. ഇരിക്കട്ടെ. 4 എന്താണ്? അസ്സായിമൂന ഫീ ശഹ്രി റമദാൻ, റമദാനിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ. റമദാനിൽ നോമ്പ് നോൽക്കുന്ന ആളുകളെ സ്വർഗം ഇങ്ങോട്ട് ആവശ്യപ്പെടും, ആഗ്രഹിക്കും.
1 ഖുർആൻ ഓതുന്നവർ, 2 നാവ് സൂക്ഷിക്കുന്നവർ, 2 ഭക്ഷണം കൊടുക്കുന്നവർ, 4 റമദാനിൽ നോമ്പ് നോൽക്കുന്നവർ. ഈ 4 വിഭാഗത്തെ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ, 4 ടീമിനെ. അതിൽ എല്ലാം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ മാസമാണ് റമദാൻ. ഭക്ഷണം കൊടുക്കാൻ, ഖുർആൻ ഓതാൻ, നാവ് ശരിക്ക് ശ്രദ്ധിക്കാൻ, നോമ്പ് നോറ്റുകൊണ്ട്. അപ്പോൾ സ്വർഗം എല്ലാ അർത്ഥത്തിലും നമ്മെ ആഗ്രഹിക്കണം. അതിനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മണിക്കൂറുകൾ മാത്രം മുന്നിൽ. വിശുദ്ധ റമദാൻ. അല്ലാഹ്, എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്? നമുക്കറിയാലോ, ധാരാളം ക്ലാസ്സുകളും വയലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വെറും വായിക്കും വയറിനും മാത്രം അന്നപാനീയാദികളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നോമ്പ്. എന്ത് നോമ്പ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നോമ്പ് നോൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൗമുൽ അവാമുണ്ട്, സൗമുൽ ഖവാസുണ്ട്, സൗമു ഖവാസിൽ ഖവാസ് ഉണ്ട്. സാധാരണക്കാരൻ നോമ്പ്, അതാണ് നമ്മളൊക്കെ നോക്കുന്ന നോമ്പ് അല്ലേ? ഭക്ഷണം സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നോമ്പ്. സൗമുൽ ഖവാസ് ആകുമ്പോഴോ ഭക്ഷണം മാത്രമല്ല, അവരെ കണ്ണിനും കാതിനും കൽബിനും കയ്യിനും കാലിനും ഒക്കെ നോമ്പായിരിക്കും. വേണ്ടാത്തൊന്നും പറയില്ല, കാണൂല, കേൾക്കൂല, ചെയ്യൂല, ചിന്തിക്കൂല. അതാണ് സൗമുൽ ഖവാസ്. അപ്പോൾ സൗമു ഖവാസിൽ ഖവാസ് എന്തായിരിക്കും അല്ലേ? അവർക്ക് നോമ്പ് നോറ്റു കഴിഞ്ഞാൽ അല്ലാഹ് എന്ന ചിന്തയല്ലാതെ ഒന്നും മനസ്സിലുണ്ടാവില്ല. ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ നോമ്പ്. അങ്ങോട്ടൊന്നും നമ്മൾ എത്തില്ലെങ്കിലും പരമാവധി ശ്രദ്ധിച്ച് നോമ്പ് നോൽക്കുക. നാവും നമ്മുടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നോമ്പ്. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഞാൻ പൂർണ്ണമായും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചിതനായ നല്ലൊരു അബ്ദായി അള്ളാഹുവിൻ്റെ അടിമയായി മാറണം എന്ന ഉറച്ച പ്രതീക്ഷയും നല്ല ആത്മാർത്ഥമായ തൗബയും നമ്മിൽ നിന്ന് ഉണ്ടായേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, തദ്രീബ് പഠിതാക്കളായ തദ്രീബ് ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും എന്നാ പറയേണ്ടത്, നമ്മൾ തമ്മിൽ പറയണമല്ലോ. ഇപ്പോൾ തറാവീഹ് നിസ്കാരം പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് തന്നെ നിസ്കരിക്കണം. നിസ്കരിക്കാൻ പ്രായമായ കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് എത്തിച്ച് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. സ്ത്രീകൾ, സഹോദരിമാർ, പെൺകുട്ടികൾ അവർ അവരുടെ വീടുകളിൽ വെച്ച് ജമാഅത്തായി തന്നെ തറാവീഹ് നിസ്കരിക്കണം. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ചിലപ്പോൾ ചില വീടുകളിൽ ഒരാൾ മാത്രമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതല്ല പറഞ്ഞത്, പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. വിത്ർ എന്ന നിസ്കാരം എപ്പോഴും ഉണ്ട്. റമദാനിൽ പ്രത്യേകിച്ച് ജമാഅത്തായി സുന്നത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മുടങ്ങാതെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ദിക്റുണ്ട്. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലേ? എൻ്റെ കൂടെ ചൊല്ലിക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം സഹാബത്തിനെയൊക്കെ വിളിച്ചുകൂട്ടി വലിയൊരു ഖുതുബ നടത്തി, ഒരു പ്രഭാഷണം നടത്തി. അതിൽ റമദാനിൻ്റെ എല്ലാ മഹത്വങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് 4 കാര്യങ്ങളാണ് നിങ്ങൾ റമദാനിൽ ചെയ്യേണ്ടത്. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനതിൻ്റെ ആശയമാണ് പറയുന്നത്, അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വർഗം നിങ്ങൾ ചോദിക്കണം. അസ്അലുകൽ ജന്നഹ് വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം. ഇത് ധാരാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. അത് നിസ്കാരത്തിൻ്റെ ശേഷം 3 വട്ടം ചൊല്ലാനുള്ള ദിക്റൊന്നും അല്ല, അപ്പോഴും ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പലപ്പോഴും അങ്ങനെ മാത്രം ജനങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, നിസ്കാരത്തിൻ്റെ ശേഷം മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, എപ്പോഴും ചൊല്ലാം. ഒന്നാമത്തെ ആദ്യത്തെ 10 അല്ലാഹുമ്മ ഇർഹംനീ യാ അർഹമർ റാഹിമീൻ. അല്ലേ? അല്ലാഹുവേ
യാ അർഹമർ റഹീമീൻ, കരുണാവാരിധിയായ അല്ലാഹ് നീ എനിക്ക് കരുണ ചെയ്യണേ. ഈ ദിക്റുകളും ദുആഉം ഒക്കെ കൂടുതലാക്കിയിട്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ കൂടുതൽ ചൊല്ലേണ്ട 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസം. അടുത്ത 10 ഇൻഷാ അല്ലാഹ് നമുക്ക് വിധിയുണ്ടെങ്കിൽ പിന്നെ പറയാം, റമദാൻ എത്തട്ടെ. അപ്പോഴേ ഈ ദിക്റുകളും ഈ ഷഹാദത്തും ഈ സ്വർഗം ചോദിക്കലും ഇസ്തിഗ്ഫാറും നരകത്തെ തൊട്ട് കാവൽ ചോദിക്കലും ധാരാളമായി നടന്ന് തറാവീഹ് നിസ്കരിച്ച്, അതുപോലെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും വർദ്ധിപ്പിച്ച്, അതുപോലെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, സ്പീഡിൽ പാരായണം ചെയ്തല്ല, നമ്മൾ ധാരാളം ഇപ്പോൾ ഓതിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിയമങ്ങളൊക്കെ എടുത്ത് ഓതി. പുരുഷന്മാർ പള്ളിയിൽ എഴുത്തിക്കാഫ് വർദ്ധിപ്പിച്ച്, സഹോദരിമാർ വീട്ടിൽ വെച്ച് ധാരാളം ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലി അങ്ങനെയുള്ള ഒരു നല്ല റമദാൻ. ഒറ്റ കാര്യം, റമദാൻ നമ്മളോട് കഴിഞ്ഞു പോകുമ്പോൾ റമദാൻ 30-ന് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു റമദാൻ വിട പറയുന്ന സങ്കടം ഉണ്ടാവും. അതോടൊപ്പം ഒരു സമാധാനം വേണം നമ്മുടെ മനസ്സിൽ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാനിനെ അപേക്ഷിച്ച് ധാരാളം കാര്യങ്ങൾ എനിക്ക് ഈ റമദാനിൽ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലാഹ് നീ സ്വീകരിക്കണേ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരണം. അത് വരണമെങ്കിൽ നമ്മളിപ്പോൾ ഇനി ഒരു സെക്കൻഡ് വൈകാൻ പാടില്ല, ഇപ്പോൾ പ്ലാൻ ചെയ്യണം നമ്മുടെ റമദാൻ. ഒരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട്, അതൊക്കെ നമ്മൾ പറയാനേ ഉള്ളൂ, അത് നമ്മളെ കൃത്യമായൊരു ഓർഡർ ഉണ്ടായാൽ മതി. നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തർത്തീബായി ചെയ്താൽ അൽഹംദുലില്ലാഹ് റമദാൻ അടിപൊളിയാകും അല്ലേ. തറാവീഹ് നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. തറാവീഹ് നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോഴേ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഫാത്തിഹ സ്പീഡിൽ. സുബ്ഹാനല്ലാഹ്, ചില തറാവീഹിൻ്റെ കാര്യമൊക്കെ വളരെ സങ്കടമാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോഴൊക്കെ മഅ്മൂമീങ്ങളെ ഒട്ടും പരിഗണിക്കാതെ ഒറ്റ ശ്വാസത്തിന് ഫാത്തിഹ ഓതിയിട്ട് മഅ്മൂമീങ്ങളെ തീരെ പരിഗണിക്കാതെ റുകൂഉം സുജൂദൊക്കെ ഹൈ സ്പീഡ് തറാവീഹ്. കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിലാവണം. എന്നാൽ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഫാത്തിഹ സൂറത്ത് ഒക്കെ ഓരോ ശ്വാസത്തിനും ഓരോ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടേ ഓരോ ആയത്തിലും വഖഫ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചൊല്ലുമ്പോൾ എന്തുണ്ടാവും, അതനുസരിച്ചുള്ള കൂലി ഉണ്ടാവും. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഹൈ സ്പീഡ് തറാവീഹ് 120 വേഗതയിൽ പോകുന്ന തറാവീഹും ഒരു 40-50 സ്പീഡിലൊക്കെ പോകുന്ന തറാവീഹും തമ്മിൽ കൂട്ടിക്കുറച്ചാൽ ആകെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ കൂടുതൽ ഉണ്ടാവുള്ളൂ. കൂടുതൽ മീൻസ് അറിയാലോ, കൂടുതൽ സമയം 5 മിനിറ്റിൽ 10 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് കൃത്യമായൊരു തറാവീഹ് കിട്ടും. ഇല്ലെങ്കിലോ നമ്മളെ തറാവീഹ് മാത്രമല്ല, നമ്മൾ ഇമാമാണെങ്കിൽ നമ്മുടെ ബാക്കിലുള്ള ആളുകളുടെ തറാവീഹ് നിസ്കാരത്തിൻ്റെ ബാധ്യത കൂടെ നമ്മുടെ പെരടിയിലാണ്. അപ്പോൾ റമദാനിൻ്റെ തലേന്നാളത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് തുടങ്ങുന്ന സൂറത്ത് മുതൽ അങ്ങനെ ഓതാം. വദ്ദുഹാ അവിടെ നിന്ന് ഓതാം. നമുക്ക് കിട്ടുന്ന ഫാത്തിഹയ്ക്ക് ശേഷമുള്ള അവിടെ ഒരു കാര്യം കൂടിയും പറയണേ, ശ്രദ്ധിക്കണേ. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ മറ്റ് ഫർദ് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ വജ്ജഹത്തു ഓതും അല്ലേ, വജ്ജഹത്തു നമ്മൾ ഓതാറുണ്ട്. വജ്ജഹത്തു ഓതണം, തറാവീഹിലും ഓതണം. അത് കംപ്ലീറ്റ് ഓതാൻ സമയം കിട്ടുന്നില്ലേ? ഈ സമയം കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് അല്ലേ. എന്ത് വേണം? അതിൻ്റെ ചുരുങ്ങിയ രൂപമൊക്കെ ഉണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അതാണെങ്കിലും ദുആഉൽ ഇഫ്തിതാഹ് എന്ന ആ വളരെ പ്രധാനപ്പെട്ട ബാധ്യത വീടി തറാവീഹ് നിയ്യത്ത് ചെയ്തിട്ടേ അല്ലാഹു അക്ബർ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറഞ്ഞിട്ട് അഊദും ബിസ്മിയും ഫാത്തിഹയും ഓതട്ടെ. അല്ലാതെ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് നേരെ ഫാത്തിഹയിലേക്ക് വരാതെ റുക്കൂഇലും സുജൂദിലുമൊക്കെയുള്ള തുമഅനീനതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല തറാവീഹ് ആയിരിക്കണം. നോമ്പ് തുറക്കുമ്പോൾ നമുക്കറിയാം, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു അല്ലേ. അതാണ് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുമ്പോൾ അല്ലേ. ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടി ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ നമ്മൾ ഓരോ നാട്ടിലും ഓരോ ശൈലിയാണല്ലോ. ഈ കാരക്ക, ഈ ഈത്തപ്പഴം ഉണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് നോമ്പ് തുറക്കും. സുന്നത്താണ്. ഞാൻ വല്ലാതെ മസാലയിലേക്ക് പോവല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയണേ. നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് നോമ്പ് തുറക്കും, വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കും.
നിസ്കരിക്കും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യമായ ഫുഡ്, ഇത് തന്നെ കാര്യമാണ് കേട്ടോ, കാര്യമായ ഫുഡ് നമ്മൾ കഴിക്കുക. ഈ കഴിക്കുമ്പോഴേ നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴേ ഇങ്ങനെ സംഭവിക്കും ചിലപ്പോൾ. പ്രത്യേകിച്ച് ജമാഅത്തായിട്ടുള്ള നിസ്കാരമൊക്കെ ആകുമ്പോൾ ഇമാം ഇങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ റുക്കോയിലാണെങ്കിലും അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ഇടയിൽ ഇങ്ങനെ വരും. ആ നോമ്പ് തുറന്നപ്പോൾ കഴിച്ച ആ പഴംപൊരിയുടെ അല്ലെങ്കിൽ ആ പലഹാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ആ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ചെറിയ എന്തെങ്കിലും ഭാഗം പല്ലിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നിസ്കാരത്തിൽ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് അത് ഇറക്കി വിടും. അതിൻ്റെ മധുരമോ അതിൻ്റെ ചെറിയൊരംശമോ അകത്തേക്ക് പോയാൽ നിസ്കാരം ബാത്തിലാവും. സുബ്ഹാനല്ലാഹ്, നിസ്കാരം ബാത്തിലാവുമെന്നോ? ബാത്തിലാവും. നിസ്കാരത്തിലേ അങ്ങനെ തടിയുള്ള വല്ല വസ്തുവും പോവണ്ടേ ഉസ്താദേ? തടിയുള്ള വല്ല വസ്തു എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചേ? അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത്? നിസ്കാരത്തിൽ മഗ്രിബ് നിസ്കാരം, നോമ്പ് തുറന്ന ഉടനെയുള്ള മഗ്രിബ് നിസ്കാരത്തിൽ ഒന്നിരിക്കൽ അതങ്ങനെ ഉള്ള ആളുകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു വേണം. അത്ര പറഞ്ഞാൽ പോരെ, ശരിക്കും ശ്രദ്ധിച്ചു വേണം. ബ്രഷ് ചെയ്തിട്ടോ മറ്റോ ഒക്കെ വളരെ ക്ലിയർ. മഗ്രിബ് നഷ്ടപ്പെടാൻ പാടില്ല, അത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നവൈറ്റു സൗമഗദിൻ എല്ലാവർക്കും അറിയാലോ. മനസ്സിൽ കരുതലാണ് പ്രധാനം. എന്ത്? ഈ വർഷത്തെ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ അതാ ആയ ഫർദായ റമദാനിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നോൽക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതിയിട്ട് പറയണം. ആ കരുതില്ലാതെ നവൈതു സമഗദിൻ അത് ശരിക്കും ശ്രദ്ധിക്കണം. മനസ്സിൽ കരുതലാണ്, എന്നിട്ട് പറയലാണ് വേണ്ടത്. ഓക്കെ. അപ്പം നീയത്ത് ചെയ്യുന്നിടത്ത്, അതുപോലെ നോമ്പ് തുറക്കുന്നിടത്ത് ഈ കാര്യങ്ങളൊക്കെ. അത്താഴം കഴിക്കാൻ നമ്മൾ സുബഹയ്ക്ക് മുമ്പ് എഴുന്നേൽക്കുമല്ലോ. ആ എഴുന്നേൽക്കുന്നത് ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു ഉതിർത്ത, ഏതായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകുമല്ലോ, മുഖമൊന്ന് കഴുകുമല്ലോ, വായൊന്ന് കഴുകുമല്ലോ. അപ്പോൾ ജസ്റ്റ് തലയും കാലും ഒന്ന് കഴുകിയാലും ഉളുവായി അല്ലേ? എന്നിട്ട് 2 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തഹജ്ജുദുമായി. മാഷാ അല്ലാഹ്, എന്തെല്ലാം പ്രതിഫലങ്ങളാണ് റമദാനിൽ നമുക്ക് കിട്ടുക എന്നറിയോ അല്ലേ? വിത്ർ അറിയാലോ. ഒരു കാര്യം കൂടി പറയട്ടെടാ, വിത്ർ നിസ്കാരം സാധാരണ നമ്മൾ നിസ്കാരം കഴിഞ്ഞാലേ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ദിക്ർ ചൊല്ലും. വിത്ർ സലാം വീട്ടി കഴിഞ്ഞാലേ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാ പറയുക. എന്ത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ചില ആളുകൾ അവിടെ തെറ്റായിട്ട് സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കി, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാന കഴിഞ്ഞിട്ട് അൽ മലിക്കുണ്ട്, ചേർത്തി പറയുമ്പോൾ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാണ് വേണ്ടത്. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. നമുക്ക് സൂറത്തുൽ അൻഫാൽ ഒരല്പം ഓതണം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിലെ എല്ലാ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും റമദാനിലെ ഈ എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സിലേക്ക് ആളെ ചേർക്കാൻ, ആളെ ഈ വിവരം അറിയിച്ച് അവർക്ക് വിവരങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ സമയം കഴിഞ്ഞു കേട്ടോ. ഏതായാലും നമുക്ക് തുടങ്ങാം. ഇന്ന് മഖാരിജിൻ്റെ ക്ലാസ് നമുക്ക് വേണ്ട. ഇന്ന് ഇൻഷാ അല്ലാഹ് അല്പം ഓതിയിട്ട് അടുത്ത ക്ലാസ് മുതൽ മഖ്റജുകൾ കാണിച്ചിട്ടുള്ള ക്ലാസ് തുടങ്ങാം. ഓക്കെ. സൂറത്തുൽ അൻഫാൽ തുടങ്ങിയാലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون
ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ. ഓക്കെ, യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. ഖുലിൽ അൻഫാലു ഇഖ്ഫാ പോവരുത്. ലില്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനിക്കും. ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനിക്കും وأطيعوا الله ورسوله إن كنتم مؤمنين. وأطيعوا الله ورسوله إن كنتم مؤمنين. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. okay? إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. وإذا تليت عليهم آياته زادتهم إيمانا. ഇവിടെ ഒന്ന് സ്പീഡാകുമ്പോഴൊക്കെ ധാരാളം തെറ്റുകൾ വരുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു. അലൈഹിം മായാത്ത് മായാത്ത് അല്ലേ? അലൈഹിം മായാത്ത് മായാത്ത് മായാത്ത്. അല്ലാഹു എന്താ മായാത്തത്? പടച്ചവൻ അറിയാം അല്ലേ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. അതുപോലെ സാദത്ഹും ഈമാന. മീമാൻ മീമാന്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ശ്രദ്ധ വേണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. الذين يقيمون الصلاة ومما رزقناهم ينفقون. الذين يقيمون الصلاة ومما رزقناهم ينفقون. أولئك هم المؤمنون حقا. okay? أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. കുറച്ചുകൂടെ നോക്കിയേ. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. ليحق الحق ويبطل الباطل ولو كره المجرمون. صدق الله العظيم. okay? كما أخرجك ربك من بيتك بالحق. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت. നോക്കണേ. يجادلونك في الحق بعدما تبين പിന്നെന്താ? كأنما يساقون إلى الموت وهم ينظرون. وإذ يعدكم الله إحدى الطائفتين. okay? وإذ يعدكم
وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين شديكني ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون ഖാഫും മറ്റൊക്കെ ഒരുപാടുണ്ട് ത്വാഉകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ടാവണം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ മുന്നിലാണ്. പടച്ചവനെ, റമദാനു ഷരീഫിനെ അർഹിക്കും വിധം സ്വാഗതം ചെയ്യാൻ, റമദാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നിന്നോടടുക്കാൻ പടച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റമദാൻ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ റമദാനിൽ നിന്നോട് ചോദിച്ചാൽ നീ തരാതിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ദോഷങ്ങളൊന്നും നീ പുറത്തു തരാതിരിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവേ, ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് പടച്ചവനെ. അതൊന്നും നിന്നെ ധിക്കരിച്ചു വന്നതല്ല. സാഹചര്യങ്ങളിൽ പടച്ചവനെ പിശാചിൻ്റെ കെണിയിൽ ഞങ്ങൾ പെട്ട് ചെയ്തതാണ്, ഞങ്ങളിൽ നിന്ന് വന്നതാണ്. മേലാൽ അത്തരം തെറ്റുകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല അല്ലാഹ്. നിനക്കിഷ്ടപ്പെടാത്തതൊന്നുമില്ലാതെ ജീവിക്കാനാണ് ഞങ്ങളെ ആഗ്രഹം. അള്ളാഹുവെ, ഞങ്ങളെ ആഗ്രഹം പോലെ നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. നിൻ്റെ വഴിയിലേക്ക് നീ ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ കബൂലാക്കണേ അല്ലാഹ്. റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ തദ്രീബ് കുടുംബത്തിലെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദര സഹോദരിമാരും ഒരുപാട് പേര് മുതഅല്ലിമീങ്ങൾ, ചെറിയ കുട്ടികളടക്കം ഉസ്താദുമാർ, അല്ലാഹുവേ അതിൽ സാദാത്യങ്ങളുണ്ട്, സയ്യിദത്തുമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പടച്ചവനെ, നിനക്കറിയാമല്ലോ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ. ഖൈറായതൊക്കെ നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ഈ ഖുർആനിൻ്റെ നല്ല തദ്രീബിൻ്റെ ഈ മജ്ലിസിൻ്റെ റമദാനിൻ്റെ ഹക്ക് കൊണ്ട് നീ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇബ്ലീസിൻ്റെ കണിവലകളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ സാഹിര്യങ്ങളെ സിഹർ, ഹാസിദീങ്ങളെ ഹസദ്, ആയിനീങ്ങളെ ഐൻ, മാക്കിരീങ്ങളെ മഖർ, എല്ലാ ഷർറുകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും ഒക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ തഅലീമിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിൽ, ബിസിനസ്സുകളിൽ അല്ലാഹുവേ, വിദേശത്തുള്ളവരുണ്ട് അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാ സമയത്തും നീ കാവലാകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, നല്ല റാഹത്തുള്ള സന്തോഷമുള്ള വീട് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട്, സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഖൈറായ ഇണകളെ അന്വേഷിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ നൽകി റാഹത്തും സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നേതാക്കൾ അഭിമന്യരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് തൊട്ട് അല്ലാഹുവേ, സുലൈമാൻ ഉസ്താദ് തൊട്ട് ഞങ്ങളെ കൊട്ടൂർ ഉസ്താദ്, ഞങ്ങളെ വന്മള ഉസ്താദ്, ഞങ്ങളെ പേരോട് ഉസ്താദ്, ഖലീൽ ബുഖാരി തങ്ങൾ, അലീബ ഫഖി തങ്ങളടക്കം, പടച്ചവനെ കുമ്പോൽ തങ്ങൾ ഉപ്പാപ്പയടക്കം ധാരാളം സയ്യിദുമാർ, ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, അല്ലാഹുവേ, എല്ലാവർക്കും പേര് പറഞ്ഞവരും അല്ലാത്തവരുമായി അല്ലാഹുവേ, എല്ലാവർക്കും നീ ഇസ്സത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം അവരുടെ തണലിലായി സാധുക്കളായി ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾക്കെന്നും ആവേശവും ഞങ്ങൾക്കെന്നും പ്രചോദനവും നൽകുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ നേതൃത്വമാണ്. അല്ലാഹുവേ, എല്ലാ സമയത്തും അവർക്ക് നീ കാവലാകണേ അല്ലാഹ്.
പടച്ചവനെ, അവരിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുടെ താജുൽ ഉലമയടക്കം അള്ളാഹുവേ എല്ലാവരുടെയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും ധാരാളം സാദാത്യങ്ങളും ആലിമീങ്ങളും ഒരുപാട് പേര് മണ്ണറയിലാണ്, 6 അടി മണ്ണിലാണ്. അല്ലാഹ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ മിസ്ല് സവാബ് അവരുടെ ഖബറിൽ കാണിച്ച് സ്വർഗീയമായ ഖബറാക്കി അവരെ ദറജ നീയേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.